പ്രതിരോധ രംഗത്ത് ഇന്ത്യ ദക്ഷിണ കൊറിയ വമ്പൻ കൈകോർക്കൽ. ആഗോള സുരക്ഷാ സാഹചര്യം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയും ദക്ഷിണ കൊറിയയും അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യകൾ മുതൽ തന്നെ സൈബർ സുരക്ഷയും സംയുക്ത പ്രതിരോധ ഉൽപാദനവും വരെ വ്യാപിപ്പിക്കുന്ന നിർണായക ധാരണകൾക്കാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിരിക്കുന്നത്. ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ നടന്ന ഉഭയകക്ഷി ചർച്ചയിലാണ് നിർണായക തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ഇവിടെ എത്തുകയും അതായത് ദക്ഷിണ കൊറിയ ദേശീയ പ്രതിരോധ മന്ത്രിയുമായി തന്നെ വലിയ ചർച്ചകൾ നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രതിരോധ രംഗത്ത് പുതിയ തലമുറ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക, സൈബർ ആക്രമണങ്ങൾ നേരിട്ടുള്ള സംയുക്ത സംവിധാനങ്ങൾ ശക്തമാക്കുക, പ്രതിരോധ സാമഗ്രികളുടെ സംയുക്ത നിർമ്മാണം വർദ്ധിപ്പിക്കുക എന്നിവയിൽ ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കാൻ ഇപ്പോൾ ധാരണയായിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്ത് വലിയ രീതിയിൽ യുദ്ധതന്ത്രങ്ങളും സൈനിക സാങ്കേതിക വിദ്യകളും അതിവേഗം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രോൺ യുദ്ധങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങൾ, സൈബർ ആക്രമണങ്ങൾ എന്നിവ പുതിയ വെല്ലുവിളികൾക്കായി തന്നെ ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ സഹകരണം വലിയ തന്ത്രപ്രധാന നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രതിരോധ നിർമ്മാണ രംഗത്ത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് പുതിയ അവസരങ്ങൾ അവിടെ തുറക്കുവാനും ഈ സഹകരണം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ആഗോള രാഷ്ട്രീയ സൈനിക രംഗത്ത് പുതിയ ശക്തി സമവാക്യങ്ങൾ രൂപപ്പെടുമ്പോൾ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ഈ പുതിയ പ്രതിരോധ കൂട്ടുകെട്ട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടുകയാണ്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയുടെ ദക്ഷിണ കൊറിയ സന്ദർശനത്തിനിടയിൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാനമായ 3 ധാരണാപത്രങ്ങളാണ് ഒപ്പുവച്ചിരിക്കുന്നത്. പ്രതിരോധ സൈബർ സഹകരണത്തിനുള്ള കരാറാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. വർദ്ധിച്ചു വരുന്ന സൈബർ ഭീഷണികളെ പ്രതിരോധിക്കുവാനും നിർണായക സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുവാനും ഡിജിറ്റൽ പ്രതിരോധ ഏകോപനം മെച്ചപ്പെടുത്തുവാനും ഈ കരാർ സഹായിക്കും. അതേപോലെ തന്നെ സൈനിക പരിശീലന കൈമാറ്റത്തിനുള്ള കരാറാണ് മറ്റൊന്ന്. ഇന്ത്യയിലെ നാഷണൽ ഡിഫൻസ് കോളേജും കൊറിയ നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള അക്കാദമിക പരിശീലന കൈമാറ്റങ്ങൾ ഇവിടെ ശക്തമാവുകയാണ്. ഈ ഒരു കരാറോടുകൂടി തന്നെ ഇതിൽ വലിയ രീതിയിൽ ഒരു ബന്ധം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ബന്ധം ശക്തമാക്കാനും ഇവിടെ ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുകയാണ്. അതോടൊപ്പം തന്നെ UN സമാധാന പരിശീലന സഹകരണമാണ് മറ്റൊരു കരാറായി തന്നെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൗത്യങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ തമ്മിലുള്ള ഏകോപനം അത് കൂടുതലായി തന്നെ ഇതിലൂടെ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും ഇവിടെ വലിയ രീതിയിലൊരു പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.